1 മെയ് 2024 വെച്ചുള്ള വ്യാഴൻ്റെ കൂറുമാറ്റം ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാർ. മെയ് 1 വെച്ച് വ്യാഴം കൂറുമാറുന്നുണ്ട്. മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഭാവം വെച്ച് മാറുന്നു എന്ന് ചിന്തിക്കരുത്. കാരണം ഭാവം വ്യത്യസ്തമാണ്. ഒരു കൂറിൽ 2.25 നക്ഷത്രം വരുന്നുണ്ടെങ്കിലും ഓരോ നക്ഷത്രത്തെയും എടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവം വ്യത്യാസമാണ്. ഈ 2.25 നക്ഷത്രങ്ങൾക്ക് ഒരേ സമയമല്ല മാറുന്നത്, പലപ്പോഴായിട്ടാണ് ഭാവം മാറുന്നത്. യഥാർത്ഥ ഫലം നോക്കേണ്ടത് ഭാവം വെച്ചാണ്. അങ്ങനെ കണക്കൂട്ടുമ്പോൾ ഈ ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാർക്ക് മെയ് 23 മുതൽ മാത്രമേ ഭാവം മാറുന്നുള്ളൂ. ഭാവം വെച്ച് നോക്കുമ്പോൾ ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാർക്ക് മെയ് 23 മുതലാണ് മാറുന്നത്. അപ്പം മെയ് 23 വരെ ഇപ്പോഴെന്താണോ അവസ്ഥയുള്ളത് അതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. കുറച്ച് അടുത്ത നക്ഷത്രം വരുമ്പോൾ ഇതിലും മാറ്റം വരും. ഇപ്പം നമുക്കിപ്പോൾ ഭരണി, പൂരം, പൂരാട നക്ഷത്രക്കാർക്ക് ചിന്തിക്കാം. അവർക്കിപ്പോൾ ഭരണിക്ക് വ്യാഴം വ്യക്തിപരമായ ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് കുറച്ച് പ്രയാസങ്ങളിലുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മെയ് 23 വരെ കഴിഞ്ഞ എങ്ങനെയാണോ അതുപോലെ തന്നെ തുടരാനാണ് സാധ്യത. ചെറിയ പ്രയാസങ്ങൾ, ശാരീരികമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. കഴിഞ്ഞ അവസ്ഥ എന്താണോ അതുപോലെ തന്നെ കുറച്ച് ദിവസവും കൂടി തുടരും. മെയ് 23, അല്ലാതെ മെയ് 1 വെച്ച് മാറുകയൊന്നുമില്ല. മെയ് 23 വെച്ച് മാത്രമേ അവർക്ക് അടുത്ത ഭാവത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള സമയം അത്ര നല്ലതൊന്നുമല്ല. കുറേ ഓവർ വർക്ക് ലോഡും എല്ലാം ഉള്ള തരത്തിലുള്ള ഒരു സമയമാണിപ്പോൾ. പക്ഷേ മെയ് 23 കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ കുടുംബപരമായിട്ടുള്ള ഉന്നതികൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, വിദ്യാഭ്യാസം പഠിക്കുന്നവർക്കെല്ലാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ വലിയ ഗുണം കിട്ടും. ഇന്ന വിഷയത്തിനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ ആൾക്കും ഓരോ വിഷയത്തിലാണ് താല്പര്യം ഉണ്ടാവുക. ഒരു ചെറിയ കുട്ടിക്കുള്ള താല്പര്യമായിരിക്കില്ല വലിയ ആൾക്കുണ്ടാവുക. അപ്പം വ്യാഴം പൊതുവെ മെയ് 23 കഴിയുമ്പോൾ അവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം സാധിക്കുവാനുള്ള സാഹചര്യമുണ്ട് ഉള്ള ഒരു സമയമാണ്. കാരണം നമ്മുടെ മനസ്സാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമ്മുടെ മനസ്സിന് തൃപ്തി ഉണ്ടായാൽ മാത്രമേ നമ്മൾ നല്ല സമയം എന്ന് പറയുകയുള്ളൂ. അപ്പം നമ്മൾ ഓരോ ആളുടെ വിഷയവും ഓരോ കാര്യത്തിലാണ്. എല്ലാവർക്കും ഒരേ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന വിഷയം, പക്ഷേ വിദ്യാഭ്യാസപരമായിട്ട്, കുടുംബപരമായിട്ട്, സാമ്പത്തികപരമായ കാര്യങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ഭരണി നക്ഷത്രക്കാർക്ക് മെയ് 23 മുതൽ പൊതുവെ എല്ലാ കാര്യത്തിനും നല്ലൊരു സമയം ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ പൂരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല സമയം തന്നെയാണ്. അത് മെയ് 23 വരെയുണ്ട്. മെയ് 1 കഴിയുമ്പോൾ അത് മാറിപ്പോകുന്നൊന്നുമില്ല. നല്ല ബാക്കിയുള്ള സ്ഥലത്താണ്. പൊതുവെ ഒരു ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ തരത്തിലുള്ള സ്ഥലത്താണ് വ്യാഴം നിൽക്കുന്നത്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ സമയമാണിപ്പോൾ. ആ സമയം മെയ് 23 വരെ ഉണ്ട്. ഒരു നല്ല പീരീഡ് തന്നെയാണെന്ന് പറയാം. വ്യാഴനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥാനമാണ്. നമുക്ക് ഗുണം ചെയ്യാൻ നിൽക്കുന്ന തരത്തിലാണ്. എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം നേടിത്തരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ മെയ് 23 കഴിയുമ്പോൾ അത് കുറച്ച് ഹാർഡ് വർക്കിൻ്റെ ഭാവത്തിലേക്ക് മാറും. നമ്മളെ കർമ്മം കൊണ്ട് കുറച്ച് പ്രയാസങ്ങളെല്ലാം അനുഭവിക്കും. എന്തെങ്കിലും ജോലി സ്ഥലത്താണെങ്കിൽ ആ ജോലി സ്ഥലത്തെ പ്രയാസങ്ങൾ, ഓവർ വർക്ക് ലോഡ്, തീർത്താൽ തീരാതെ ജോലി ഉണ്ടാവുക, അത് ചെയ്യാൻ പറ്റാത്ത ചിലപ്പോൾ മുകളിലുള്ളവരുടെ എല്ലാം അതൃപ്തി ഉണ്ടാവുക, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരിക, അതിൻ്റെ ഫലമൊന്നും കിട്ടില്ല. ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അക്കാര്യത്തിൽ ഡിലേ ഉണ്ടാവുക.
പ്രൊമോഷന് ശ്രമിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഡിലേ വരില്ല. ജോലി കിട്ടാൻ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു മന്ദത അനുഭവപ്പെടുന്ന തരത്തിലാണ്. പുതിയ കർമ്മങ്ങളൊന്നും അത്ര നല്ല ഏറ്റെടുക്കാൻ പറ്റിയൊരു സമയമല്ല. ഏറ്റെടുത്താൽ തന്നെ അതുകൊണ്ട് കുറേ അധികം മെനക്കെടേണ്ടി വരും. നമ്മൾ ഉദ്ദേശിച്ച തരത്തിലൊന്നും കാര്യങ്ങൾ പെട്ടെന്ന് പോകില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ഭാവത്തിലേക്ക് വരുമ്പോൾ നല്ല സ്ഥലത്തേക്ക് അതെല്ലാം നല്ലൊരു നിലയിലേക്ക് മാറും. പക്ഷെ ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉള്ളൊരു സമയമാണ് മെയ് 23 മുതൽ. 23-ന് മുമ്പിലുള്ള സമയം വളരെ നല്ലതാണ്. എന്ത് കർമ്മങ്ങളുണ്ടെങ്കിലും 23-ന് മുമ്പിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പൂരാടം നക്ഷത്രക്കാർക്ക് ഇപ്പോഴും നല്ല സമയം തന്നെയാണ്. മനസ്സമാനം, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം, പ്രസവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം, അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അത്തരം കാര്യങ്ങൾക്ക്, ഇപ്പം കുട്ടികളെല്ലാം പ്രതീക്ഷിക്കുന്നവർക്കെല്ലാണെങ്കിൽ ഈ മെയ് 23 വരെയുള്ള സമയം വളരെ നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ആത്മീയ കാര്യങ്ങൾക്കും എല്ലാം പറ്റിയ സമയമാണ്. മനസമാധാനമുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുന്നവർക്ക് വളരെ നല്ല ഒരു അനുകൂലമായ സമയമാണെന്ന് പറയാം. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും മനസമാധാനം ഉണ്ടാകും. നമ്മളെ ടെൻഷനെല്ലാം കുറേ കുറഞ്ഞു കിട്ടും. അങ്ങനെയുള്ളൊരു ഭാവത്തിലാണ് ഇപ്പോഴും വ്യാഴം സഞ്ചരിക്കുന്നത്. അത് മെയ് 1-ന് മാറുന്നൊന്നുമില്ല, മെയ് 23-ന് അത് മാറുകയുള്ളൂ. 23 കഴിയുമ്പോഴും പക്ഷേ കുറച്ച് മോശം സ്ഥാനത്തേക്കാണ് വരുന്നത്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കാം. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു തടസ്സങ്ങൾ, ശത്രുത ഉണ്ടാവുക, വേണ്ടാതെ അനാവശ്യമായ കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടരുത്. കേസ് വഴക്കിലൊന്നും അനുകൂലമായ സമയമല്ല. ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം അനാവശ്യമായി നീണ്ടുപോവുക, അതിൻ്റെ പേരിലുള്ള പ്രയാസങ്ങൾ, ശത്രുത, തടസ്സങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങൾക്കെല്ലാം കുറച്ച് മോശമായിട്ട് കാണുന്നത് മെയ് 23 കഴിയുമ്പോൾ. അതുവരെ നല്ലൊരു സമയമാണ്. അപ്പോൾ എന്തെങ്കിലും നല്ല കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെയാണ് നല്ല സമയം. മെയ് 23 വരെ വളരെ നല്ല സമയമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. വ്യാഴം മോശമായി അല്ലെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മളെ ഫലം അങ്ങനെയാണെന്നില്ല. വ്യാഴം നല്ലതായതുകൊണ്ട് നല്ല തന്നെ കിട്ടണമെന്നൊന്നും ചിന്തിക്കരുത്. കാരണം ബാക്കിയുള്ള ഗ്രഹങ്ങൾ, ഇത് വ്യാഴൻ നമുക്ക് നല്ലതാണോ മോശം ചെയ്യാനാണോ നിൽക്കുന്നത്, ആ അർത്ഥത്തിലേ കാണാൻ പാടുള്ളൂ. വ്യാഴം നല്ലതായിട്ട് നിന്നെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമായി നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗുണം അത്ര കിട്ടില്ല. പക്ഷേ വ്യാഴം നല്ല ചെയ്യാൻ ശ്രമിക്കും. അത്തരത്തിൽ മാത്രം എടുക്കണം. അല്ലാതെ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂട്ടി ചേർത്ത് കൊണ്ടാണ് നമ്മൾ ഫലം തീരുമാനിക്കേണ്ടത്. നമ്മളെ ജാതകത്തിലെ ഇപ്പോഴത്തെ സമയം എല്ലാം നോക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ എന്നാലും വ്യാഴം പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ്. വ്യാഴം നമുക്ക് നല്ലതാണോ മോശം ചെയ്യാനാണോ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എപ്പോൾ മുതലാണ് ഈ നക്ഷത്രക്കാർക്ക് മെയ് 23 മുതൽ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ എന്താണോ അത് തുടർന്ന് പോകും. നല്ലതാണെങ്കിൽ നല്ല, മോശമാണെങ്കിൽ മോശം. മെയ് 23 കഴിയുമ്പോഴാണ് അടുത്ത മാറ്റം വരുന്നത്, അല്ലാതെ മെയ് 1 വെച്ച് അല്ല.